എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യജീവിതത്തിൽ ഒരുപാട് നന്മകൾ സമ്മാനിക്കുന്ന പല യോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗ്യയോഗമാണ് ബുധാദിത്യ യോഗം. ബുധാദിത്യ യോഗം ഇന്നു മുതൽ ജീവിതത്തിൽ ലഭിക്കുകയും കഷ്ടകാലങ്ങൾക്കൊരു മാറ്റം കണ്ടു തുടങ്ങുകയും ചെയ്യുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും ബുധാദിത്യ യോഗത്താൽ അവർക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ബുധാദിത്യ യോഗത്താൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടുകയും കച്ചവട രംഗത്ത് നല്ല ലാഭം കൊയ്യാനും ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഒഴിവാക്കാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കണം. നികുതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ട്. പൂർത്തീകരിക്കാത്ത കർത്തവ്യങ്ങൾ സമയബന്ധിതമായിട്ട് തീർക്കാൻ കഴിയും. ദീർഘകാലമായ കടം വീട്ടാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സർപ്പദോഷത്തിന് പരിഹാരം ചെയ്യണം. ചില സന്ദർഭങ്ങളിൽ ചെറിയ പിഴകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഓർമ്മിക്കുന്നതും നല്ലതാണ്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് ഒരുപാട് നന്മകൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ബുധാദിത്യ യോഗം ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതിനാൽ ഇവർ നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കാൻ അടുപ്പിച്ച് 3 ബുധനാഴ്ച ശ്രീകൃഷ്ണന് അവൽ നിവേദ്യം, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കൽ എന്നിവ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഉത്തരവാദിത്തമുള്ള പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. കുടുംബ സ്വത്ത് വഴി ധനാഗമം ഉണ്ടാകും. നീരസത്തിന് പാത്രമായി അധികാര കേന്ദ്രത്തിൽ ഒറ്റപ്പെടാതെ നോക്കണം. എല്ലാ ചുമതലകളും കാലതാമസം കൂടാതെ മാറിക്കിട്ടുന്നതാണ്. പുതിയ വ്യാപാര സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നീക്കുകയും വിജയിക്കുകയും ചെയ്യും. ബുധാദിത്യ യോഗത്താൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിത പങ്കാളിക്കും കൂടി ലഭിക്കും. ദൂരദേശത്ത് നിന്ന് ഒരു ഭാഗ്യവാർത്ത ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് അയ്യപ്പന് നീരാജനം, നെയ്ത്തേങ്ങ സമർപ്പണം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക്, കുലദേവതാ പ്രീതിക്ക് വിളക്ക്, കടുംപായസം എന്നിവ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പുതിയ വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അവസരങ്ങളുണ്ട്. പല കാര്യങ്ങളിലും കൗശലവും ബുദ്ധികൂർമ്മതയും കാണിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. സന്താനങ്ങൾ മുഖേന സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുക. കുടുംബ ഭൂമി സംബന്ധമായ പ്രമാണങ്ങൾ കൈവശം വരും. വെല്ലുവിളിയാകുന്ന പ്രശ്നങ്ങൾ സമചിത്തതയോടുകൂടി നേരിടാൻ സാധിക്കും. എങ്കിലും അമിത ആത്മവിശ്വാസത്തിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹം ഉറപ്പിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ദേവിക്ക് ചുറ്റുവിളക്ക് തെളിയിക്കൽ, ദേവി ഭാഗവത പാരായണം, ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, വടമാല സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സമയസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയ്ക്കൊത്തു തന്നെ നടന്നു കിട്ടും. വ്യാപാരങ്ങൾക്ക് ആവശ്യ പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതായിട്ട് വരും. ഉദ്യോഗ കയറ്റം ബുധാദിത്യ യോഗത്താൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്താൽ സംരംഭങ്ങളിൽ വലിയ വിജയം ഉണ്ടാകും.
സന്താനങ്ങൾ കാരണം ചെറിയ മാനസിക വിഷമങ്ങൾക്ക് സാധ്യതയുണ്ട്. അവരുടെ കൂട്ടുകെട്ടുകൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണം അനിവാര്യമാണ്. പുതിയ കരാറുകൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും. ഗൃഹത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. ഓഹരി വിപണിയിൽ നിന്നും ചിട്ടിയിൽ നിന്നും ആദായം ലഭിക്കും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യന് പാലഭിഷേകം, ഭസ്മാഭിഷേകം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദേവിക്ക് ത്രിമധുരം നിവേദ്യം, ഭദ്രകാളിക്ക് കുരുമുളക്, മഞ്ഞൾ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. സ്വജനങ്ങളിൽ നിന്ന് ഓരോ കാര്യത്തിലും ഉള്ള അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ മാറി തുടങ്ങും. ജോലിസ്ഥലത്ത് എതിരായി ചില കരുനീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രമേണ അതെല്ലാം കെട്ടടങ്ങും. മുടത്തി നീങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് സഹായം ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടും. ചുമതലകൾ മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. സർക്കാരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും എന്ന ആശങ്ക വേണ്ട. ദോഷപരിഹാരമായിട്ട് അയ്യപ്പന് കർപ്പൂരം കത്തിക്കൽ, സുബ്രഹ്മണ്യന് പാനക നിവേദ്യം, രുദ്രാക്ഷധാരണം, ഏകാദശി വ്രതാനുഷ്ഠാനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. സാമൂഹിക രംഗത്ത് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നേട്ടമാകും. രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കും. ശാരീരിക വിഷമതകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. അതിമധുരമായിട്ട് സംസാരിച്ച് സുഹൃത്തുക്കളുടെയും ഇഷ്ടക്കാരുടെയും മനം കവരാൻ സാധിക്കും. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹം മാറിക്കിട്ടും. സഹോദരങ്ങളുടെ സഹായത്താൽ പല വിഷമങ്ങളും അതിജീവിക്കും. വിവാഹം നിശ്ചയിക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സൗഹൃദം കാരണം പണച്ചെലവ് ഉണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷിക്കുന്നതിനും അവസരങ്ങളുണ്ട്. ഉത്രം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസം, അരയാൽ പ്രദക്ഷിണം, ആദിത്യ നമസ്കാരം, ദേവിക്ക് കടുംപായസം നിവേദ്യം, ചുറ്റുവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗ കയറ്റത്തോടെ സ്ഥലം മാറ്റം ലഭിക്കും. വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകും. ശാരീരിക അരിഷ്ടിതകൾ കുറയും. ഭൂമി ഇടപാടിൽ നേട്ടം ഉണ്ടാകും. വിലപ്പെട്ട ചില വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കില്ല. വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടാൻ കഠിനാധ്വാനം വേണ്ടിവരും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പണച്ചിലവ് വരും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്നവരുടെയും കുടുംബത്തിൽ ഉള്ള മറ്റ് സഹോദരങ്ങളുടെയും സഹായത്താൽ സാധിക്കും. പൊതുരംഗത്ത് ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത് വഴി ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാകും. മാന്യത വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിലുണ്ട്. കുടുംബത്തിൽ സന്താന ഭാഗ്യം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഗൃഹനവീകരണം തുടങ്ങാനും അവസരങ്ങൾ ലഭിക്കും. അത്തം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് തുളസിമാല സമർപ്പണം, ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, ഹനുമാന് അവൽ നിവേദ്യം, അയ്യപ്പന് നെയ്യഭിഷേകം, കർപ്പൂരം കത്തിക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ബുധാദിത്യ യോഗത്താൽ വിദേശത്തുണ്ടായിരുന്ന തൊഴിൽ അരിഷ്ടിത മാറിക്കിട്ടും. ഇനി തൊഴിൽപരമായിട്ട് വളരെ മുന്നേറ്റങ്ങളുടെ ദിവസമാണ് ചിത്തിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അതുപോലെ വരുമാനത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ പുതിയ വഴികൾ തേടുകയും അത് വിജയത്തിൽ എത്തുകയും ചെയ്യും. സഹോദരങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടുള്ള സഹകരണം ഊഷ്മളമാക്കാനായിട്ട് ചില കടുംപിടുത്തങ്ങൾ ഉപേക്ഷിക്കണം. ധനപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകില്ല. ചിലവുകളും നിയന്ത്രണ വിധേയം തന്നെ ആയിരിക്കും. ഗൗരവകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ വരുന്നത്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രദ്ധിക്കണം. നഷ്ടപ്പെട്ട പ്രമാണങ്ങൾ തിരികെ ലഭിക്കും.
സഹോദരങ്ങളുമായിട്ടുള്ള തർക്കങ്ങൾ മൂലം മനസ്സമാധാനം നഷ്ടപ്പെടാനും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിലെ അനിശ്ചിതത്വങ്ങൾ വിട്ടൊഴിയും. വ്യാപാരികൾ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും. രക്ഷിതാക്കൾക്ക് ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം, ദേവീ മഹാത്മ്യം, ലളിതാ സഹസ്രനാമ പാരായണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.